ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിയെന്ന കുറ്റത്തിൽ നടൻ ദുൽഖർ സൽമാനെതിരെ കുരുക്കുമുറുകുകയാണ്. ഫെമ നിയമപ്രകാരമടക്കം കുറ്റം ചുമത്തി ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കലിനും നോട്ടീസ് അയക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. ബുധനാഴ്ച തന്നെ ദുൽഖർ സൽമാനെ ചെന്നൈയിൽ നിന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിന്റെയും പൃഥ്വിരാജിന്റെയും അടക്കം വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി. മുൻപ് കസ്റ്റംസ് പരിശോധന നടത്തിയ 17 കേന്ദ്രങ്ങളിലാണ് ഇ ഡിയും റെയ്ഡ് നടത്തിയത്. വിദേശ നാണ്യ വിനിമയ നിയമമായ ഫെമ ദുൽഖർ ലംഘിച്ചുവെന്ന കണ്ടെത്തലാണ് ഇ ഡിയെ കൂടി അന്വേഷണത്തിന് കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. കസ്റ്റംസ് പിടിച്ചെടുത്ത 3 കാറുകളിൽ ഒരെണ്ണം വിട്ടുകിട്ടുന്നതിന് അഡീഷണൽ കമ്മീഷണറെ സമീപിക്കാമെന്ന കോടതി ഉത്തരവിന്റെ പിന്നാലെയാണ് ഇ ഡി കൂടി ദുൽഖറിനെ തേടി കേരളത്തിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ദുൽഖറിന്റെ കൈവശമുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെ വിവരം ഇ ഡി സംഘം തേടിയതായാണ് വിവരം. ബുധനാഴ്ച 13 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി കൊച്ചി എളംകുളത്തെ ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയ ഇ ഡി സംഘം ഏതാനും രേഖകളടക്കം പിടിച്ചെടുത്തിരുന്നുവെന്ന് വിവരമുണ്ട്. വാഹനങ്ങളുടെ രേഖകൾ, ഉടമസ്ഥ വിവരങ്ങൾ, പണം നൽകിയ രീതി അടക്കം ദുൽഖറിൽ നിന്ന് ഇ ഡി സംഘം ചോദിച്ചിരുന്നു. ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം ദുൽഖറിനും അമിതിനും നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ഇരുവർക്കും ഇ ഡി നിർദ്ദേശം നൽകിയതായും സൂചനകളുണ്ട്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയത് എന്ന് ദുൽഖർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയ 1000-ഓളം വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഈ വാഹനങ്ങൾ എവിടെ നിന്ന് എങ്ങനെ എത്തിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൽ തന്നെ ഭൂട്ടാൻ വഴി കടത്തിയ വാഹനങ്ങൾ എത്രയുണ്ട് എന്ന് അറിയണം. ഭൂട്ടാൻകാർ കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഹവാല നെറ്റ്വർക്കിന്റെ സാന്നിധ്യം പരിശോധിക്കുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘം വഴി ഹവാല ഇടപാടുകൾ നടന്നുവെന്നാണ് ഇ ഡിയുടെ സംശയം. ഇന്ത്യൻ ആർമിയുടെയും US എംബസിയുടെയും രേഖകൾ ഒരു സംഘം വ്യാജമായി നിർമ്മിച്ചുവെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ വിൽപ്പന നടത്തിയെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. റെയ്ഡിൽ ലഭിച്ച രേഖകൾ ഇതിനായി വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഇ ഡി സ്വീകരിക്കുന്നതും മുന്നോട്ടു പോകുന്നതും. വിഷയത്തിൽ ഇതുവരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസിൽ ECIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. നിയമോപദേശത്തിനും ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ദുൽഖർ ഉൾപ്പെടെയുള്ളവർ ഫെമ ചട്ടം ലംഘിച്ചുവെന്നാണ് ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഫെമ ചട്ടത്തിലെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന പഴക്കം ചെന്ന ആഡംബര കാറുകൾ ഉയർന്ന വിലയ്ക്ക് സെലിബ്രിറ്റികൾക്കടക്കം വിൽക്കുന്ന സംഘത്തെക്കുറിച്ചാണ് അന്വേഷണമെന്ന് കസ്റ്റംസും ഇ ഡിയും പറയുന്നു. വിദേശ രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഫെമ എന്ന വിദേശ നാണ്യ വിനിമയ നിയമവും ഇതിൽ ബാധകമാകും. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും പല കാര്യങ്ങളിലും ഇ ഡിയും കസ്റ്റംസും മറുപടി നൽകേണ്ടി വരും. ഇപ്പോഴും അന്വേഷണം നടക്കുന്നത് ദുൽഖറിനെയും അമിത് ചക്കാലക്കലിനെയും പൃഥ്വിരാജിനെയും ചുറ്റിപ്പറ്റി മാത്രമാണ്. കൃത്യമായ പണം നൽകിയാണ് തങ്ങൾ വാഹനം വാങ്ങിയത് എന്ന് ഇവരൊക്കെ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ വാഹനങ്ങൾ ആരാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത്, ഇത് എവിടെ നിന്ന് ഇങ്ങനെ മറ്റിടങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇ ഡിക്കോ കസ്റ്റംസിനോ മറുപടിയില്ല. ചലച്ചിത്ര താരങ്ങൾക്ക് പുറമെ ഭൂട്ടാൻ വഴി കടത്തിക്കൊണ്ടുവന്നത് എന്ന് കരുതുന്ന വാഹനങ്ങൾ വാങ്ങിയവരുമായി ബന്ധപ്പെട്ടാണ് മറ്റ് റെയ്ഡുകളും നടന്നത്. കൊച്ചിക്ക് പുറമെ കോട്ടയം, തൃശ്ശൂര്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും തമിഴ്നാട്ടിലുമടക്കം റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോഴും ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നെത്തിച്ച് മറ്റിടങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന സംഘം കാണാമറയത്ത് ഇരിക്കുകയാണ്. ഇതുതന്നെയാണ് കസ്റ്റംസിന്റെയും ഇ ഡിയുടെയും നീക്കങ്ങൾ സംശയത്തിലാക്കുന്നതും. ദുൽഖറിന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 2 ലാൻഡ് റോവർ ഡിഫൻഡറും ഒരു നിസാൻ പെട്രോളും. ഇതിൽ ഒരു ഡിഫൻഡർ വാഹനമാണ് ദുൽഖർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ദുൽഖറിന് വാഹനം വിട്ടുകൊടുക്കുന്ന കാര്യം പരിഗണിക്കാൻ കസ്റ്റംസിനോടും ഇതിനായി അപേക്ഷ നൽകാൻ ദുൽഖറിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അഥവാ വിട്ടുകൊടുക്കാൻ കഴിയില്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടി കാര്യകാരണങ്ങൾ സഹിതം ഉത്തരവ് ഇറക്കണമെന്നുകൂടി കസ്റ്റംസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിറ്റേന്നാണ് ഇ ഡി ദുൽഖർ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ട് റെയ്ഡ് നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജരേഖകളും അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ RTO രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റതായും കണ്ടെത്തി. പക്ഷേ അപ്പോഴും ഈ ശൃംഖലയെക്കുറിച്ച് അന്വേഷണമൊന്നും നടന്നിട്ടില്ല.
അന്വേഷണം വിപുലപ്പെടുത്തിയാൽ ഭൂട്ടാന് പുറമെ ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും തേടേണ്ടി വരുമെന്ന് ചുരുക്കം. ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച ശേഷം ആക്രയായി വിൽക്കുന്ന വാഹനങ്ങൾ ചെറിയ വില കൊടുത്ത് വാങ്ങി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്ട്രേഷൻ നടത്തി വൻ വിലയ്ക്ക് വിൽക്കുന്നു എന്ന വിവരമാണ് ഇതുവരെ പുറത്തു വന്നത്. പർവ്വത മേഖലകളിൽ പെട്രോളിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഭൂട്ടാൻ ആർമി 3-4 വർഷം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നത്. പക്ഷേ അതോടൊപ്പം പുറത്തുവരുന്ന മറ്റു ചില വാർത്തകൾ തട്ടിപ്പിന്റെ വ്യാപ്തി ചെറുതല്ല എന്ന് മനസ്സിലാക്കി തരും. കഴിഞ്ഞ 13 വർഷത്തിനിടെ ഭൂട്ടാൻ സൈന്യം ഇത്തരത്തിൽ ലേലം ചെയ്തിട്ടുള്ളത് വെറും 117 വാഹനങ്ങൾ മാത്രമാണത്രേ. അപ്പോൾ പിന്നെ ഭൂട്ടാൻ സൈന്യത്തിൻ്റേത് എന്ന പേരിൽ ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനോടെ വിറ്റഴിച്ച വാഹനങ്ങൾ ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാൻ വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയോ എത്തിച്ചതായിരിക്കാം എന്ന സംശയം ബലപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ചെറിയൊരു തട്ടിപ്പല്ല ഇതിന്റെ മറവിൽ നടക്കുന്നത് എന്ന് സാരം. കേരളത്തിൽ മാത്രം 200ഓളം ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. അതിൽ 39 എണ്ണം മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായതും. ബാക്കി എവിടെയെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പഴക്കം ചെന്ന പ്രീമിയം കാറുകൾ ഇത്തരത്തിൽ ഭൂട്ടാനിലേക്കോ നേരിട്ട് ഇന്ത്യയിലേക്കോ എത്തിച്ചിരിക്കാം എന്നതാണ് മറ്റൊരു നിഗമനം. സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വഴിയും ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിരിക്കാൻ സാധ്യതയുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടക്കേണ്ടതും അനിവാര്യമാണ്.